അപ്പോൾ വരൂ. വെൽക്കം ടു വാച്ച് യുവർ സ്റ്റോറി. ഇത് വിദ്യയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ മെറി ക്രിസ്മസ് ആശംസകൾ. ഇന്ന് ഒരു ചെറിയ ക്രിസ്മസ് ഹോം ടൂറാണ്. ഞാൻ പലതവണയും കാണിച്ചിട്ടുണ്ട് വീടിൻ്റെ. ഇത്തവണ ഒരു തട്ടിക്കൂട്ടി ഡെക്കറേറ്റിംഗ് ആയിരുന്നു. അത് കാരണം അത്ര അധികം എലാബറേറ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മുടെ ടൂറ് നമുക്ക് പുറത്തുനിന്ന് തന്നെ തുടങ്ങിയാലോ? സാധാരണ മോളാണ് ലൈറ്റൊക്കെ ഇടല്, അത് അവളുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ ഇത്തവണ പിള്ളേർ കോളേജിൽ നിന്ന് വന്നപ്പോഴേക്കും ഇത്തിരി വൈകിപ്പോയി. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, പക്ഷെ പുള്ളിക്കാരി ഫിനിഷ് ചെയ്തു. മുകളിൽ കാണുന്നത് ഐക്യെന്ന് വാങ്ങിച്ച ഒരു സ്റ്റാറാണ്. ആദ്യമൊക്കെ ഞങ്ങള് പോർച്ചിലിടുമായിരുന്നു സ്റ്റാർ, പക്ഷെ ഭയങ്കര കാറ്റും മഴയും വന്നിട്ട് ആ പേപ്പർ കീറി സ്റ്റാർ കീറി പോവായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഉള്ളിലേക്ക് മാറ്റിയത് സ്റ്റാറിനെ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇത് ഈ ഒരു ടൈപ്പ് ലൈറ്റ്, മൈ ഗോഡ്, ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ് യു ഹാവ് ടു, ഇറ്റ്സ് എ ലൈഫ് സേവർ. ഈ നെറ്റ് പോലത്തെ ലൈറ്റ് ആണ്. അത് ഈ ബുഷിന്റെ മുകളിലൊക്കെ ഇടാൻ ഭയങ്കര ഈസിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിന്റെയും ഇടയിൽ ചുറ്റി ഇടണ്ടേ ചെടിയുടെ മുകളിലൊക്കെ. ഇത് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു നെറ്റ് വിരിക്കുന്ന പോലെ അതിന്റെ മുകളിലങ്ങ് വിരിച്ചാൽ മതി. വേഗം പണി കഴിയും. എസ്പെഷ്യലി ഞങ്ങളുടെ ഈ സൈഡിൽ കണ്ടോ ഉള്ള ബുഷില്ലേ, ആ ചുമന്ന് കാണുന്ന അത് മുള്ളുള്ള ബുഷാ. അപ്പൊ അതിന്റെ മുകളിലൊക്കെ ഇടണമെങ്കിൽ ഇത് ഭയങ്കര എളുപ്പമാണ്. ഒരു ജാതി മെറൂൺ ഇലയാണ്, ബാർബറി എന്നാണ് ഇതിന്റെ പേര്. നല്ല ഭംഗിയാണ് ആ ലൈറ്റ് അതിന്റെ മുകളിൽ വരുമ്പോൾ. ടോർച്ച് ഞാൻ പറഞ്ഞ പോലെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഒരു ചട്ടീനുള്ള ഫേക്ക് പോയിൻസീറ്റിയും കുറച്ച് കമ്പുകളൊക്കെ കൊത്തി വെച്ചേക്കുന്നതാണ്. ഒരു എക്സ്ട്രാ ഗാർലൻഡ് ഉണ്ടായിരുന്ന ആ ചട്ടിയുടെ ചുറ്റും ചുറ്റി നമ്മള്. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ സ്ട്രീറ്റിന്റെ വ്യൂ കാണിച്ചു തരാം. സാധാരണ നിറച്ചും ലൈറ്റ് ഇടുന്നതാണ്. ഇത്തവണ കുറവാണ്. ആൾക്കാർ വെക്കേഷൻ ഓൾറെഡി പോയതാണോ എന്ന് അറിയില്ല. ട്രാഷ് ക്യാൻ പുറത്തിരിക്കുന്നത് നാളെ ട്രാഷ് ഡേ, അതുകൊണ്ടാണ് എല്ലായിടത്തും ഓൾറെഡി പുറത്ത് വെച്ചേക്കുന്നത്. അപ്പം വരൂ, കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് ഞാൻ ഇത് തന്നെയാണ് വെക്കണേ. ക്രിസ്മസ് റീത്ത് പണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ലിങ്ക് ചെയ്യാം കേട്ടോ. ആസ് യൂഷ്വൽ നമ്മൾ ഈ സമയമായപ്പം ക്രിസ്മസിൻ്റെ പില്ലോ കവേഴ്സ് പില്ലോ ഇട്ടിട്ടുണ്ട്. അഗൈൻ ഇതൊക്കെ ആമസോണിൽ നിന്നാണ്. അതിന് ലിങ്ക് ആഡ് ചെയ്യാം. അടുത്ത സ്ഥിരം സ്പോട്ട് ഇതാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല തട്ടിക്കൂട്ട് ഡെക്കറേറ്റിംഗ് ആണ്. കുറച്ച് ഓർണമെന്റ്സും കുറച്ച് ബോക്സ് ഉണ്ട്, റീത്തും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഞങ്ങളുടെ സ്ഥിരം സ്പോട്ട് ഇത് ഇവിടെയാണ്. ഇവിടെ എൻ്റെ ബ്ലോക്ക് പ്രിൻസിൻ്റെ ബ്ലോക്സ് മോൾഡുകൾ വെച്ചിട്ടുണ്ട്. അതിൽ കഴിക്കാൻ ആ പാത്രത്തിൽ കുറച്ച് ഓർണമെന്റ്സ് ഇട്ടുന്നേ ഉള്ളൂ. ഈ സ്നോഫ്ലേക്സിന്റെ തീമാണ് ഇത്തവണ മൊത്തം. പിന്നെ ഇത്തവണ സ്പെഷ്യലായിട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു അറേഞ്ച്മെന്റ് ആണ്. ഇത് നമ്മുടെ ഓർണമെന്റ്സ് ഞാൻ ജ്വല്ലറി മാല കോർക്കാനായിട്ട് മാല ഉണ്ടാക്കുന്ന ക്ലിയർ ടു വൈന് അത് വെച്ചിട്ട് ഈ ഞങ്ങളുടെ ഷാൻലിയർമ കെട്ടിയേക്കാണ്. ഒരു എക്സ്ട്രാ ഗാർലൻഡ്, ഫേക്ക് ഗാർലൻഡ് ഉണ്ടായിരുന്നത് അതിന് ചുറ്റും വെറുതെ ചുറ്റി വെച്ചേക്കാണ്. പിന്നെ ഇത് പുറത്ത് മെഗ്നോളിയ ലീവ്സിൻ്റെ കുറച്ച് ലീവ്സ് മോൾ ഭാഗം വെട്ടിയിട്ട് ഇതിനുള്ളിലേക്ക് ഇടയ്ക്ക് തിരികെ വെച്ചേക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ പണ്ടത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഈ ഫേക്ക് ഗാർലൻസിന് കുറച്ചും കൂടി തിക്നെസ്സും ഫുൾനെസ്സും കുറച്ച് റിയാലിറ്റിയും കൂടി കൊടുക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഈ മെഗ്നോളിയയുടെ ഇല ഇങ്ങനെ വെക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ സ്നോഫ്ലേക്സ് ദാറ്റ് തീം ഈസ് ക്യാരിഡ് അറൗണ്ട് ഹിയർ. ഇവിടെയും സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. ഇത് ഞാൻ തട്ടിക്കൂട്ടി എന്ന് പറഞ്ഞത് എൻ്റെ അടുത്തുള്ള ഒരു കപ്പീസ് ഷെല്ലിന്റെ ബോളാണിത്. ഞാൻ ഇതിന് പണ്ട് കാണിച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെറുതെ ഈ ഓർണമെന്റ്സ് നിറച്ച് വെക്കലേ ഉള്ളൂ. ഇത്തവണ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ. അപ്പുറത്ത് ഞാൻ കുറച്ച് ബുക്ക് മാറ്റി മാൻഡിൽ നിന്ന്. ആ ബുക്കിന്റെ മുകളിൽ ഇതൊക്കെ ക്യാൻഡിൽസ് ആണ്. പണ്ട് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ ആരോ ഇങ്ങനെ വിൽക്കുന്നതെന്ന് ഞാൻ വാങ്ങിച്ചേക്കുന്നതാണ്. എത്രയോ കൊല്ലമായി. ഇതിപ്പോ ഒരു എല്ലാം ക്യാൻഡിലാണ്. ഈ വീടിന്റെയും മരവും ഒക്കെ ക്യാൻഡിലാണ്. അതെല്ലാം കൂടി ജസ്റ്റ് ഒരു ചെറിയ അറേഞ്ച്മെന്റ് പോലെ ഇവിടെ വെച്ചേക്കണം. അടുത്ത മെയിൻ ഏരിയ ഞങ്ങളുടെ ഫാമിലി റൂമാണ്. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഫാമിലി റൂമിലാണ് വെച്ചേക്കണേ. അപ്പൊ നമുക്ക് കാണാം. ഇവിടെയും ഞാൻ 2 പില്ലോ കവർ ക്രിസ്മസ് പില്ലോ കവറാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ആക്ച്വലി യൂഷ്വലി ഈ 2 പില്ലോ കവേഴ്സ് ആ മുറിയിലാണ് ഉണ്ടാവില്ല, അവിടുത്തെ ഇവിടെയാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ കുറെ റെഡ് ഉണ്ട് തവണ. അത് കാരണം റെഡ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ കളർ പില്ലോസ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. ഇവിടെയും ഞാൻ യൂഷ്വലി റെഡ് ക്യാൻഡിൽസ് ആണ് വെക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിറച്ച് റെഡ് ഈ മുറിയിൽ ഇത്തവണ ഉണ്ട്. അതുകൊണ്ട് ക്രീം തന്നെ ഐ ജസ്റ്റ് കെപ്റ്റ് ഇറ്റ്. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഫാമിലി റൂം? നല്ലൊരു ആംബിയൻസ് അല്ലേ? ട്രീ വരുമ്പോഴേക്കും ഭയങ്കര ആംബിയൻസിന് വ്യത്യാസമുണ്ട് മുറിയിൽ അല്ലേ? നോട്ടീസ് ചെയ്തിട്ടില്ല നിങ്ങൾ? പണിയാണ് ഇതെടുത്ത് ഒരുക്കിയൊക്കെ വെക്കാനും പിന്നെ ഡിസ്മാൻഡിൽ ചെയ്യാനൊക്കെ. പക്ഷെ എന്നാലും ഇറ്റ് ആഡ്സ് എ ലോട്ട് ഓഫ് ചിയർ ആൻഡ് ഹോളിഡേ സ്പിരിറ്റ് ടു ദ റൂം. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ യൂഷ്വലി ഒരു തീം ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യല്. ഞാൻ പറഞ്ഞ ഇത്തവണ ഭയങ്കര സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല, അതിനൊക്കെ പഠിക്കുകയായിരുന്നു. അപ്പം വേഗത്തിൽ
എൻ്റെ അടുത്തുണ്ടായ ഓർണമെന്റ്സ് കൂട്ടി ഒരുക്കിയ ക്രിസ്മസ് ട്രീ ആണിത്. ഞാൻ പണ്ട് ഹൗ ടു ഡെക്കറേറ്റ് ക്രിസ്മസ് ട്രീ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒന്നല്ലെങ്കിൽ ഗാർലൻഡ് അല്ലെങ്കിൽ ബെറീസ് യൂസ് ചെയ്യാൻ. ഇത്തവണ അതൊന്നും യൂസ് ചെയ്തില്ല. ഐ ജസ്റ്റ് കെപ്റ്റ് ഇറ്റ് വെരി സിമ്പിൾ. മെയിനായിട്ട് റെഡിന്റെ പല ഷെയ്ഡ്സ് ഉള്ള ഓർണമെന്റ്സും വൈറ്റും ഇടയ്ക്ക് ഗ്രീനും യൂസ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഫുള്ളായിട്ട് വെച്ചേക്കുന്നത് ഈ സ്നോഫ്ലേക്ക്, നേരത്തെ നല്ല സ്നോഫ്ലേക്കിന്റെ തീം, അത് റെഡ് സ്നോഫ്ലേക്കാണ്, ഗ്ലിറ്റർ സ്നോഫ്ലേക്കാണ് ആഡ് ചെയ്തേക്കുന്നത് മുഴുവനും എല്ലായിടത്തും. ഈ സ്നോഫ്ലേക്ക് നമുക്ക് ഗാർലൻഡ് ഇല്ലാത്തതിന്റെയും ബെറീസ് ഒന്നും ഇല്ലാത്തതിന്റെ ആ ഒരു കുറവ് നികത്തുന്നുണ്ട്. അത്രയും നമ്മൾ വെച്ചുകൊണ്ട്. അതുപോലെ ഇത് സട്ടിലും ആണ്. അത് അങ്ങനെ ഇൻ യുവർ ഫേസ് ടൈപ്പ് ഒരു ഡെക്കറേഷൻ അല്ല ഇത്തവണത്തെ. ഞങ്ങളുടെ ട്രീ ടോപ്പറും ട്രീ സ്കേർട്ടും ഞാൻ പണ്ട് കാണിച്ചേക്കുന്നത് അത് തന്നെ ഞാൻ മാറ്റിയിട്ടില്ല. ആ ഒരു ടിൻ കളർ ആണ്. അപ്പൊ അങ്ങനത്തെ ഓർണമെന്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മൂമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചാണ്. പിന്നെ ഇത് ലണ്ടൻ ഫോൺ ബൂത്ത് ഞങ്ങള് ലണ്ടനിൽ പോയപ്പോൾ വാങ്ങിച്ച ഓർണമെന്റ് ആണ്. പിന്നെ ഉള്ളത് കുട്ടികൾ എലിമെന്ററി സ്കൂളിലൊക്കെ വെച്ച് ഉണ്ടാക്കിയിരുന്ന ഓർണമെന്റ്സ് എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഡെഫിനറ്റ്ലി തവണ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ട്രീയിൽ. ഇവിടെ വേറെ ഒരെണ്ണം, പിള്ളേർ തന്നെ മറന്നു ഇങ്ങനത്തെ സാധനങ്ങൾ അവരുണ്ടാക്കിയതാണെന്ന്. ഇത് വേറെ ഒരെണ്ണം ക്ലേന്റെ ഒരു ഗ്ലൗവിന്റെ പോലത്തെ ഓർണമെന്റ്സ് ആണ്. കൊല്ലമൊക്കെ എഴുതിയിട്ടുണ്ട് അതിന്റെ ബാക്കിൽ ആരുണ്ടാക്കിയെന്നൊക്കെ. പിള്ളേരുണ്ടാക്കിയ കുറെ എണ്ണം ഉണ്ട് ഇങ്ങനത്തെ. വേറെ 2-3 ഇതിൻ്റെ ഉള്ളൊരെണ്ണമുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് DIY ചെയ്ത സ്നോ ഗ്ലോബ്സ് പോലത്തെ ഓർണമെന്റ്സും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ കളർ സ്കീമിന് പോകുന്ന സാധനങ്ങളാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ടോപ്പ് ടു ഡൗൺ വ്യൂ ട്രീയുടെ. ആ സ്നോ വീണ പോലത്തെ പൈൻ കോൺ ലിറ്ററലി എല്ലാ കൊല്ലവും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ബിക്കോസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ തിങ്ക് ഇറ്റ് ആഡ്സ് എ ലോട്ട് ഓഫ് നാച്ചുറൽ എലമെന്റ്സ്. എസ്പെഷ്യലി നമ്മൾ ഒരു ഫേക്ക് ട്രീ ഉപയോഗിക്കുമ്പം അത് കുറച്ചുകൂടി നാച്ചുറലായിട്ട് തോന്നും നമുക്ക്. ഇത്തവണ ഞാൻ അങ്ങനെ ഒരു കളർ സ്കീം വെച്ചിട്ടൊന്നും തുടങ്ങിയതല്ല. ഭയങ്കര ഓവർ ഷൈനിയായ റെഡ് കളർ വേണ്ടാന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അപ്പൊ റെഡ് വന്നപ്പോൾ നാച്ചുറലി ഗ്രീനും വന്നു. പിന്നെ എന്ത് കളർ ആഡ് ചെയ്ത് നോക്കിയപ്പം ഓക്കെ എന്നാ വെള്ളം ആഡ് ചെയ്യാം. അങ്ങനെയാണ് കൊല്ലത്തെ തീം വന്നത്. ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു എടുപ്പില്ല. അങ്ങനെയാണ് ഈ റെഡ് ഗ്ലിറ്റർ സ്നോഫ്ലേക്ക് ആഡ് ചെയ്യാന്ന് വിചാരിച്ചത്. അതിന്റെ ആ ഒരു ഷേപ്പ് വ്യത്യാസവും സട്ടിൽ ആയിട്ടുള്ള ലൈറ്റ് ഷൈനി ചെയ്യുന്ന ഗ്ലിറ്ററിന് ഐ തിങ്ക് ഇറ്റ് റിയലി ഹെൽപ്സ് ടു ടൈ ദ ട്രീ ടുഗെദർ. അടുത്തത് നമ്മുടെ മാന്റിലാണ്. അഗൈൻ സ്ഥിരമായിട്ട് വെക്കുന്ന അതേ കാലണ്ടർ തന്നെയാണ്. ഞാൻ ആദ്യത്തെ ക്രിസ്മസ് ഹോം ടൂറിൽ പറഞ്ഞിട്ടുണ്ട് ഈ മാഗ്നോളിയ ലീവ്സ് ആഡ് ചെയ്തതിൻ്റെ കാര്യം. ഇത് റിയൽ മാഗ്നോളിയ ലീവ്സ് ആണ്. ഞങ്ങളെ ബാക്ക് യാർഡ് നമ്മൾ പറിച്ചാണ്. കുറച്ചും കൂടി ഫുൾനെസ് തോന്നാൻ വേണ്ടി. ഞാൻ നേരത്തെ അവിടെ പറഞ്ഞില്ലേ, അതേ ലോജിക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ എനിക്ക് ഓരോരോ കൊല്ലം ഓരോരോന്ന് തോന്നുന്നതാണ് ചെയ്യല്. ഇത്തവണ ഞാൻ ഈ ബെറീസ് സാധാരണ ട്രീയിലാണ് വെക്കല്. അപ്പോൾ ഇത്തവണ ഇത് ഉപയോഗിക്കാൻ കാരണം ഞാൻ വെച്ചു ഓക്കെ ഫൈൻ, ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട. ഇത് ഒരു വലിയ വാസം ഉണ്ട് അതിനുള്ളിലേക്ക് എടുത്തു വെച്ചേക്കാണ്. പ്ലാസ്റ്റിക് ബെറീസ് ആണ്. ഇത് ഈ ലൈറ്റും മുമ്പിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇത് നിറഞ്ഞുകൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇവിടെ വെച്ചതേ ഉള്ളൂ. ഇതിന്റെ ക്രേറ്റ് എൻ്റെ അടുത്ത് പണ്ട് വിന്റേജ് സ്റ്റോറിൽ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ബേളാപ്പിന്റെ റിബൺ വെച്ചു. ആ ഒരു ഇതെല്ലാം കുത്തിക്കയറ്റി വെച്ചേക്കേണ്ട വൃത്തിയോട് കാണാണ്ടിരിക്കാനായിട്ട്. പിന്നെ ഞാൻ ഈ സൈൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തെ വീഡിയോയിൽ ഞാൻ വാൾമാർട്ട് വാങ്ങിച്ചാണ് ഈ ഹോ സൈൻ. ക്രിസ്മസ് കഴിഞ്ഞിട്ടോ, ക്ലിയറൻസ് സെയിലില്ല. അപ്പോൾ പിന്നെ യു വിൽ ഗെറ്റ് തിങ്സ് അറ്റ് 50% ഓഫ് ആൻഡ് സച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി റൂമിന്റെ 360 വ്യൂ. അപ്പുറത്തെ സൈഡിലേക്കൊന്നും ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ബിക്കോസ് അവിടെയൊന്നും ഇല്ല. നിങ്ങൾ ഫാമിലി റൂമിന്റെ ഡീറ്റെയിൽ ടൂർ കണ്ടില്ലെങ്കിൽ അത് ഞാൻ എൻ്റെ മുകളിൽ ലിങ്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഞങ്ങളുടെ ക്രിസ്മസ് ഹോം ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്ത ആഴ്ച വീഡിയോ ഇല്ല. ടേക്കിംഗ് എ ബ്രേക്ക് ഫോർ എ വീക്ക്. ന്യൂ ഇയർ സമയത്ത് നമുക്ക് കാണാം. എല്ലാവർക്കും ഒന്നും കൂടി ഞങ്ങളുടെ മെറി ക്രിസ്മസ്.